ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇനി നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്കിപ്പോ എല്ലാത്തിനും പേടിയാ സാർ, നിങ്ങളെയും എല്ലാത്തിനെയും പേടിയാ. വീണ ഏതോ ഒരു ഗതികെട്ട നിമിഷത്തിൽ കള്ളും പുറത്താണോ എന്തോ ആ ഒരു നിമിഷത്തിൽ മേയറമ്മ ചമഞ്ഞ് നടു റോട്ടിൽ അഭ്യാസം കാണിച്ച മേയറമ്മയ്ക്ക് മുട്ടൻ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും വിഷയം മറന്നെങ്കിലും പൊതുജനങ്ങൾ ഇതുവരെ അതൊന്നും മറന്നിട്ടില്ല. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. ആ ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ മേയറമ്മ സോഷ്യൽ മീഡിയയിൽ ധീര സഖാത്തി ചമഞ്ഞ് ഒരു കുറിപ്പ് കൂടെ പങ്കുവച്ചിരിക്കുന്നു. ദൈവമേ, കള്ളി വെളിച്ചത്തായോ? എന്തെന്നാൽ സൈബർ പോരാളികളെ ഇറക്കി മറ്റ് പാർട്ടിക്കാരെ അധിക്ഷേപിക്കാൻ CPM മെനഞ്ഞ തന്ത്രം CPMന് തന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മേയറമ്മയുടെ കുറിപ്പിന്റെ വിമർശനങ്ങളിൽ മിക്കവരും ആകട്ടെ എല്ലാം സഖാക്കന്മാരെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതുകൊണ്ട് തന്നെ ആളാവാൻ ശ്രമിച്ച മേയർക്ക് ഡ്രൈവർ തർക്കം കൊണ്ട് ഉള്ള വില പോലും പോയി കിടക്കുകയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇക്കണക്കിന് പോകുകയാണെങ്കിൽ മേയർ രാജിവെച്ച് പോകേണ്ടി വരുമെന്നാണ് ചുരുക്കം. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? ചുരുക്കി പറഞ്ഞാൽ മേയർ വഴിയെ പോയ പണി ഏണി വെച്ച് പിടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. എന്താ കാണിച്ചത്? കാണിച്ചുതരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇടതുപക്ഷക്കാർ ആക്രമിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. കായികമായ ആക്രമണങ്ങളായിരുന്നു ഒരു കാലത്ത് എങ്കിൽ ഇപ്പോൾ അത് സൈബർ രംഗത്തായി എന്നതാണ് വ്യത്യാസം. അതമ്മേ, എന്റെ നേച്ചറും ചായക്കടയിലെ അറ്റ്മോസ്ഫിയറും തമ്മിൽ മാച്ച് ആവുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാനൊക്കും? അത് മാത്രമല്ല, മുൻപ് ഇടതുപക്ഷ പ്രവർത്തകരെ ആയിരുന്നു ആക്രമിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സൈബർ ഇടങ്ങളിലും ചാനൽ ഫ്ലോറുകളിലും അവരുടെ കുടുംബങ്ങളും ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഇരകളാവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു BJP നേതാവ് സഖാവ് ജയിക്കിന്റെ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല. എന്റെ മകൾ ജനിച്ചപ്പോൾ ആ വാർത്തയ്ക്ക് താഴെയും അസഭ്യ പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളുമായി ഒരു കൂട്ടം ഇരുകാലി മൃഗങ്ങൾ ബഹളം കൂട്ടിയിരുന്നു. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. അതിനെ ഉപദ്രവിക്കില്ലടാ, അത് നിന്നെ പോലെ തന്നെ ഒരു മൃഗല്ലേ. ജനിച്ചു വീണ കുഞ്ഞിനോട് പോലും സഹിഷ്ണുതയില്ലാത്ത ഇക്കൂട്ടരാണത്രേ ജനാധിപത്യത്തിന്റെയും മര്യാദയുടെയും ക്ലാസ് എടുക്കുന്നത്. ഒന്നിന്റെയും മെറിറ്റിലേക്ക് കടക്കാതെ, വസ്തുതകൾ അന്വേഷിക്കാതെ, കേവലം രാഷ്ട്രീയവും വ്യക്തിപരവുമായിട്ടുള്ള വൈരാഗ്യ ബുദ്ധിയോടെ മാത്രം സ്വീകരിക്കുന്ന സമീപനമാണ് ഇതൊക്കെ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ടും അല്ലാതെയും ഇടപെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരെ ഇത്തരം അധിക്ഷേപങ്ങൾ കൊണ്ട് തളർത്തി കളയാമെന്നോ തകർത്ത് കളയാമെന്നോ കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് പറയേണ്ടി വരും. ഇല്ല, തളരൂല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. ഈ പോസ്റ്റിന് താഴെയും അല്പസമയത്തിനുള്ളിൽ അവരെത്തും. അവരോട് സഹതപിക്കുക മാത്രമേ വഴിയുള്ളൂ. ഇതായിരുന്നു മേയറുടെ കുറിപ്പ്. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ഒന്നാമത്തെ കമന്റ് ഇങ്ങനെയാണ്. അതായത്, ഞാനും ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷം എല്ലാ കാലത്തും ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഇത് ചോദിച്ചു മേടിച്ചതാണ് മേയറെ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. ഒരു KSRTC ബസ് യാത്രക്കാർ ഉള്ളപ്പോൾ തടയാനുള്ള യാതൊരു അധികാരവും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് അത് മീഡിയയുടെ മുന്നിൽ നിങ്ങൾ സമ്മതിച്ചോ? അതുമില്ല. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. എന്നെ മൂക്കിലോട്ട് വലിച്ചു. ഇനി മറ്റൊരു കമന്റ്. അതായത്, പൊതുപ്രവർത്തനം എന്നത് സമൂഹത്തെ സേവിക്കുക എന്നതാണ്. അത് പാർട്ടിയെ സേവിക്കുക എന്നതിലേക്ക് ചുരുങ്ങുന്നതാണ് ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അതേപോലെ മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്. അതായത്, അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്ന സാമാന്യ ബോധം അന്തംഗമ്മികൾ തിരുവിതാംകൂർ രാജ്ഞിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ടോ? എന്തായാലും സഖാക്കന്മാർ തന്നെ സഖാക്കന്മാരെ വിമർശിക്കുന്ന കാര്യങ്ങൾ മേയറുടെ കമന്റ് ബോക്സുകളിൽ തന്നെ കാണാനിടയായിട്ടുണ്ട്.
എന്തായാലും മേയർ ഈ ഒരു സാഹചര്യത്തിലാണ് തുടരുന്നതെങ്കിൽ മിക്കവാറും മുഖ്യമന്ത്രി രാജിയിലേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ മേയറും രാജിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.